നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ദിലീപ്, മഞ്ജു വാര്യർ എന്നിവരെ കുറിച്ചുള്ള ചർച്ചയാണ് സോഷ്യൽ മീഡിയ മുഴുവനും. ഒരു കാലത്ത് മലയാളികളുടെ മനസ്സിലിടം നേടിയ താര ജോഡികളായിരുന്നു ദിലീപും മഞ്ജു വാര്യരും. വർഷങ്ങൾക്ക് മുൻപ് ഇരുവരും വേർപിരിഞ്ഞു എന്ന വാർത്ത ഏറെ ദുഃഖത്തോടെയാണ് മലയാളികൾ സ്വീകരിച്ചത്. 2015 ദിലീപും മഞ്ജു വാര്യരും തമ്മിൽ വേർപിരിയുന്നത്. എന്തുകൊണ്ട് തങ്ങൾ വേർപിരിഞ്ഞു എന്നതിന് ഒരിക്കൽ പോലും താരങ്ങൾ മനസ്സ് തുറന്നിട്ടില്ല. തീർത്തും വ്യക്തിപരമായ കാര്യങ്ങളാണ് വിവാഹമോചനത്തിന് പിന്നിലെന്നാണ് ദിലീപും മഞ്ജുവും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. വിവാഹത്തോടെ മഞ്ജു വാര്യർ സിനിമയോടും അഭിനയത്തോടും വിട പറഞ്ഞ് കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങി. പ്രണയിച്ച് വിവാഹിതരായ ഇരുവരും 14 വർഷങ്ങൾക്ക് ശേഷമാണ് വേർപിരിഞ്ഞത്. മഞ്ജുവുമായുള്ള വിവാഹമോചന ശേഷം ദിലീപ് കാവ്യമാധവനെ വിവാഹം കഴിച്ചത് ഏറെ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു. ഈ പുഴയും കടന്ന് എന്ന കമൽ ചിത്രത്തിൽ ദിലീപും മഞ്ജുവും നായികാനായകന്മാരായി അഭിനയിച്ചിരുന്നു. ഈ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെയാണ് ഇരുവരും പ്രണയത്തിലാകുന്നത്. മലയാള സിനിമാ ലോകത്തെ തന്നെയും ഞെട്ടിച്ച പ്രണയമായിരുന്നു മഞ്ജു വാര്യരും ദിലീപും തമ്മിലുള്ളത്. 4 വർഷത്തോളം പ്രണയിച്ച ശേഷമാണ് 1998 ഒക്ടോബർ 20 മഞ്ജു വാര്യർ ദിലീപിനെ വിവാഹം കഴിക്കുന്നത്. ദിലീപ് മഞ്ജു വാര്യർ വേർപിരിയലിന് ശേഷവും അച്ഛനൊപ്പം ഉറച്ചുനിന്ന മകളാണ് മീനാക്ഷി. മീനാക്ഷിയുടെ ഈ തീരുമാനത്തെ ചൂണ്ടിക്കാട്ടിയാണ് വിമർശകർ പലപ്പോഴും മഞ്ജുവിനെതിരെ തിരിഞ്ഞിട്ടുള്ളത്. പെൺകുട്ടികൾ പൊതുവെ അച്ഛനൊപ്പമല്ല അമ്മയ്ക്കൊപ്പമാണ് പോകുക എന്നും, എന്നാൽ അമ്മയ്ക്ക് പകരം അച്ഛനെ ഈ മകൾ തിരഞ്ഞെടുത്തതിന് പിന്നിൽ തക്കതായ കാരണം കാണുമെന്നുമൊക്കെയാണ് പലരുടെയും വാദങ്ങൾ. അതേസമയം കഴിഞ്ഞ ദിവസം മീനാക്ഷിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ചിത്രങ്ങൾ ദിലീപ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. ഹാപ്പി ബർത്ത്ഡേ മീനൂട്ടി എന്നായിരുന്നു ചിത്രങ്ങളിലെ അടിക്കുറിപ്പ്. ഫോട്ടോയിൽ മീനാക്ഷിയും ദിലീപും മാത്രമേ ഉള്ളൂ. ഒരു വിദേശ യാത്രക്കിടയിൽ എടുത്ത സെൽഫി ചിത്രങ്ങളാണ് ദിലീപ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നാലെ ആരാധകരും താരങ്ങളും അടക്കം മീനാക്ഷിക്ക് ജന്മദിന ആശംസകളുമായി എത്തി. എന്നാൽ ചിലർ ദിലീപിനെ അധിക്ഷേപിച്ചും കമന്റുകൾ ഇടുന്നുണ്ട്. മകളുടെ ജനന സമയത്ത് ഒരുപാട് വേദനിച്ച ഒരു അമ്മ കൂടിയുണ്ട്. ഒരച്ഛന് മകളോട് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം അതിന്റെ അമ്മയെ ആത്മാർത്ഥമായി സ്നേഹിക്കുക എന്നതാണ്. താങ്കൾ പക്ഷെ അതിൽ സമ്പൂർണ്ണ പരാജയമാണ്. അത് താങ്കളുടെ മകൾക്ക് മനസ്സിലാകണമെന്നില്ല. അവളൊന്ന് പ്രസവിക്കണം. സ്വന്തം മകളെ അമ്മയിൽ നിന്ന് അകറ്റിയ അച്ഛൻ. ഇങ്ങനെ പോകുന്നു കമന്റുകൾ. എന്നാൽ ദിലീപിനെ പിന്തുണച്ചും കമന്റുകൾ വരുന്നുണ്ട്. മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്തിനാണ് ഇടപെടുന്നത്? ആ കുട്ടി അവളുടെ അമ്മയെ വിളിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നല്ലൊരു അച്ഛനും മകളും അച്ഛന്റെ പൊന്നുമോൾ എന്നാണ് പലരുടെയും മറുപടി. മകൾക്കൊപ്പമുള്ള ലേറ്റസ്റ്റ് ഫോട്ടോകൾ ആരാധകർക്കായി ആദ്യം പങ്കിട്ടത് ദിലീപ് തന്നെയാണ്. 16-ാം വയസ്സിൽ വിട്ടുപോകുന്നതാണെങ്കിലും മീനാക്ഷിയുടെ ഏത് സോഷ്യൽ മീഡിയ അപ്ഡേറ്റ് വന്നാലും സ്നേഹമറിയിച്ച് ആദ്യം എത്തുന്നവരിൽ അമ്മ മഞ്ജു വാര്യർ ഉണ്ടാവാറുണ്ട്. ദിലീപിനൊപ്പമുള്ള ഫോട്ടോയായതുകൊണ്ടാകണം ആ ഫോട്ടോ കണ്ടില്ല എന്ന് മഞ്ജു നടിച്ചത്. ഒരു സമയത്ത് മീനാക്ഷി മഞ്ജുവിനെ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ആരാധകർ ഇക്കാര്യം ശ്രദ്ധിക്കുകയും സ്ക്രീൻഷോട്ടുകൾ വൈറലാക്കുകയും ചെയ്തതോടെ താരപുത്രി അമ്മയെ അൺഫോളോ ചെയ്തു. വേർപിരിയാതെ ഇപ്പോഴും ഒരുമിച്ച് കഴിയുമായിരുന്നുവെങ്കിൽ മലയാള സിനിമയിലെ പവർ കപ്പിളായി മഞ്ജുവും ദിലീപും മാറുമായിരുന്നു. വിവാഹബന്ധം വേർപ്പെടുത്തുന്നതിന് മുൻപും ശേഷവും ചില അഭിമുഖങ്ങളിൽ മഞ്ജുവിനെക്കുറിച്ചും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും ദിലീപ് സംസാരിച്ചിരുന്നു. ആ വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. ആദ്യത്തേത് വർഷങ്ങൾക്ക് മുൻപ് രേഖാ മേനോന് ദിലീപ് നൽകിയ അഭിമുഖമായിരുന്നു. പരോക്ഷമായി മഞ്ജുവിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് ആ അഭിമുഖത്തിൽ ഉടനീളം ദിലീപ് സംസാരിച്ചത്. സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയല്ലേ? ലൈംലൈറ്റ് വിട്ട ശേഷമുള്ള മഞ്ജുവിന്റെ ലൈഫ് എങ്ങനെയാണ്? ബിസി ലൈഫാണോ എന്നാണ് അവതാരക ചോദിച്ചത്. മഞ്ജുവിന് കുഴപ്പമൊന്നുമില്ല, നന്നായി തന്നെ പോകുന്നു. മഞ്ജു എന്റെ നല്ല സുഹൃത്താണ്. നമുക്ക് വേറെ ടെൻഷനും കാര്യങ്ങളും ഒന്നും തരില്ല. ചില സമയത്ത് ഞാൻ ഏതാണ് സിനിമ ചെയ്യുന്നത് എന്ന് പോലും ചോദിക്കാറില്ല. എന്ത് ചെയ്യുന്നു, എവിടെയാണ് എന്നൊന്നും ചോദിക്കാറില്ല. മഞ്ജു എപ്പോഴും ബിസിയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാര്യം ഞാൻ ചെല്ലുമ്പോഴെല്ലാം അവൾ ഭയങ്കര ബിസിയാണെന്നാണ് ദിലീപ് പറഞ്ഞത്. നടിയുടെ വിശേഷങ്ങൾ ഒന്നും തന്നെ പങ്കുവയ്ക്കാൻ താല്പര്യമില്ലാത്ത ശരീരഭാഷയും ദിലീപിൽ പ്രകടമായിരുന്നു. ഡിവോഴ്സ് കേസ് നടക്കുമ്പോൾ രഹസ്യ വിചാരണ മതിയെന്നത് താനാണ് ആവശ്യപ്പെട്ടതെന്നും വിവാഹമോചന ശേഷം ഒരു അഭിമുഖത്തിൽ ദിലീപ് പറഞ്ഞിരുന്നു. തന്നെ വേദനിപ്പിച്ചവർ നിരവധി ഉണ്ടെന്നല്ലാതെ താൻ ആരെയും വേദനിപ്പിച്ചിട്ടില്ല എന്നാണ് അന്ന് ദിലീപ് പറഞ്ഞ മറ്റൊരു കാര്യം. വളരെ സന്തോഷകരമായ ഒരു ജീവിതം തന്നെയായിരുന്നു ഞങ്ങളുടേത്. പക്ഷെ അതിനിടയിൽ കുറെ കാര്യങ്ങൾ സംഭവിച്ചു. എന്റെ കുടുംബജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിന്റെ വിശദമായ കാര്യങ്ങൾ 2013 ജൂൺ 5-ാം തീയതി ഞാൻ കോടതിയിൽ സബ്മിറ്റ് ചെയ്ത ഒരു ഡിവോഴ്സ് പെറ്റീഷനിലുണ്ട്. അതിന് ഡിവോഴ്സ് പെറ്റീഷൻ എന്നല്ല, എന്റെ കുടുംബ ചരിത്രം എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ഞങ്ങളുടെ കുടുംബത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട്. ഞങ്ങളുടെ വിവാഹമോചനം രഹസ്യ വിചാരണയിൽ നടന്നാൽ മതിയെന്നത് കൂടി ഞാൻ പെറ്റീഷനൊപ്പം പറഞ്ഞിരുന്നു. ഞാൻ ആരെയും ദ്രോഹിക്കുന്നില്ല. എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് ഓരോ ആളുകൾ എന്നാണ് നടൻ പറഞ്ഞത്. മകൾക്ക് ഏറ്റവും പ്രിയം അച്ഛനെയാണെന്ന് അറിയാവുന്നത് കൊണ്ടാണ് മഞ്ജു മീനാക്ഷിയെ വിട്ടുകിട്ടാൻ വാശി പിടിക്കാതിരുന്നത്. ജീവനാംശവും കൈപ്പറ്റിയിരുന്നില്ല. ഡിവോഴ്സിന് ശേഷവും സിനിമയിലേക്ക് തിരികെ എത്തിയ മഞ്ജു ഇന്ന് തന്റെ സ്വപ്നങ്ങൾക്കും സന്തോഷങ്ങൾക്കും പിന്നാലെയാണ്.
പഠനം പൂർത്തിയാക്കിയ മീനാക്ഷി ഡോക്ടറായി ജോലി ചെയ്തു തുടങ്ങി. ഉർവശിയും മകളും ഒരുമിച്ചതുപോലെ മഞ്ജുവും മീനാക്ഷിയും തമ്മിലുള്ള റീയൂണിയൻ താരകുടുംബത്തിന്റെ ആരാധകരുടെ സ്വപ്നമാണ്. അതേസമയം താരപുത്രിക്ക് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചെത്തിയത്. പിറന്നാൾ ദിനത്തിൽ മീനാക്ഷിയുടെ കുടുംബസമേതമുള്ള ഫോട്ടോ പുറത്തു വരാറുണ്ട്. അച്ഛൻ ദിലീപിനും രണ്ടാനമ്മ കാവ്യമാധവനും കാവ്യക്കേറെ പ്രിയപ്പെട്ടവരാണ്. ദിലീപിന്റെ ജീവിതത്തിലേക്ക് കാവ്യമാധവൻ കടന്നു വന്നപ്പോൾ ഏവരും ചർച്ചയാക്കിയത് ദിലീപിന്റെ ആദ്യ വിവാഹ ബന്ധത്തിലെ മകളായ മീനാക്ഷിയെക്കുറിച്ചാണ്. കാവ്യയും ദിലീപും വിവാഹം ചെയ്യുമ്പോൾ മീനാക്ഷിക്ക് 15 വയസ്സാണ് പ്രായം. തന്റെ മകൾക്ക് അമ്മയുടെ സ്ഥാനത്തല്ല കാവ്യ എന്ന് ദിലീപ് മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുൻഗണന എന്റെ മകൾക്കാണ്. അവളെ നോക്കുന്ന, ഉൾക്കൊള്ളുന്ന, അറിയാവുന്ന ഒരാൾക്കല്ലാതെ ആ കമ്മ്യൂണിക്കേഷൻ ശരിയാകില്ല. പിന്നെ അത് എന്റെ ഏറ്റവും വലിയ തലവേദനയാകും. നാളെ മുതൽ മീനാക്ഷിയുടെ അമ്മയാകണമെന്നല്ല, കാവ്യയ്ക്ക് ഒരിക്കലും ഇത്രയും വലിയ കുട്ടിയുടെ അമ്മയാകാനും പറ്റില്ല. മീനൂട്ടിക്ക് ഇനിയൊരു അമ്മയെ ഉൾക്കൊള്ളാനും പറ്റില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. 2 സുഹൃത്തുക്കൾ എന്ന നിലയിലാണ് കല്യാണം ആലോചിച്ചതെന്നും ദിലീപ് അന്ന് പറഞ്ഞു. കാവ്യയെ വിവാഹം ചെയ്യുന്ന കാര്യം മകളോട് പറഞ്ഞപ്പോഴുള്ള പ്രതികരണത്തെക്കുറിച്ചും ദിലീപ് സംസാരിച്ചിരുന്നു. മതിയായില്ലേ എന്നാണ് മകൾ ആദ്യം ചോദിച്ചത്. എനിക്ക് പരിചയമുള്ള ആളല്ലേ, എനിക്കിഷ്ടമാണ് അച്ഛ എന്നാണ് മീനാക്ഷി പറഞ്ഞതെന്നും ദിലീപ് അന്ന് പറഞ്ഞു. അതേസമയം മഞ്ജു വാര്യർക്ക് വേർപിരിയൽ എന്ന തീരുമാനം വേദനാജനകമായിരുന്നു. അമ്മയ്ക്കൊപ്പം മഞ്ജുവല്ല മകളെ കൂടെ കൂട്ടാതിരുന്നത്. വരുന്നില്ല എന്ന് മകൾ ഉറപ്പിച്ചു പറയുകയായിരുന്നുവെന്നാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഒരിക്കൽ പറഞ്ഞത്. മീനാക്ഷി ജനിച്ചപ്പോൾ മുതൽ കണ്ടിരുന്നത് ഒന്നും ചെയ്യാതിരിക്കുന്ന അമ്മയെയാണ്. അച്ഛനാവട്ടെ ആ സമയത്ത് വലിയ താരവും. ലോകം മുഴുവൻ അച്ഛൻ ആരാധകർ. അവളെ സംബന്ധിച്ച് അച്ഛനായിരുന്നു ഹീറോ. പറയുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്ന അച്ഛനായിരിക്കും അവളുടെ ഹീറോ എന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞിരുന്നു. അതേസമയം സിനിമാ രംഗത്തേക്ക് തിരിച്ചു വന്ന ശേഷം മഞ്ജു വാര്യർ പഴയ താര പദവി വീണ്ടെടുത്തു. ഇന്ന് ദിലീപിനേക്കാൾ വലിയ താരമാണ് മഞ്ജു വാര്യർ. തുടരെ പരാജയങ്ങളുമായി മോശം സമയത്താണ് കരിയറിൽ ദിലീപ് ഉള്ളത്. ഒടുവിൽ പുറത്തിറങ്ങിയ ഭബഭയും പരാജയപ്പെട്ടു. എന്നാൽ മഞ്ജു വാര്യർ തമിഴിലും മലയാളത്തിലും തിരക്കേറിയ താരമാണെന്ന്. മലയാളത്തിൽ ഒടുവിൽ പുറത്തിറങ്ങിയ എമ്പുരാൻ വലിയ വിജയമായി. വരാനിരിക്കുന്നതും വലിയ സിനിമകൾ. സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് മഞ്ജു വാര്യർ എവിടെയും സംസാരിക്കാറില്ല. മഞ്ജുവിനൊപ്പം മകൾ പോകണമെന്നാണ് ആരാധകർ ആഗ്രഹിക്കുന്നത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.